ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യൂക്ലോ പി എസ് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2017 കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ LD ക്ലർക്ക് തസ്തികയിൽ നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിഭാഗത്തിൽ GK വിഭാഗം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ് ഡിസ്കസ് ചെയ്യുന്നത്. LDC വേരിയസ് എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ തോവാള, ഓപ്ഷൻ ബി അഗസ്തീശ്വർ, ഓപ്ഷൻ സി ഹോസ്ദുർഗ്, ഓപ്ഷൻ ഡി വിളവൻകോട്. ആൻസർ ഓപ്ഷൻ സി ഹോസ്ദുർഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഓപ്ഷൻ എ ദ ക്രോണിക്കൽ, ഓപ്ഷൻ ബി ഇന്ത്യൻ എക്സ്പ്രസ്, ഓപ്ഷൻ സി ദി ഹിന്ദു, ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഓപ്ഷൻ ഡി ഉത്തരം ഫിനാൻഷ്യൽ എക്സ്പ്രസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ്? ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ, ഓപ്ഷൻ സി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. ഓപ്ഷൻ ബി ആൻസർ ആൻഡമാൻ നിക്കോബാർ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2006, ഓപ്ഷൻ ഡി 2010. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2006 ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി ജമ്മു കാശ്മീർ, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജമ്മു കാശ്മീർ. നിലവിൽ ജമ്മു കാശ്മീരിൻ്റെ നിജസ്ഥിതികളെല്ലാം മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അതിൻ്റെ പ്രത്യേക പദവികളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാൽ ഇപ്പോൾ നിലവിൽ ഈ ക്വസ്റ്റ്യൻ ഈ നിലവിൽ ക്വസ്റ്റ്യൻ പ്രാക്ടിക്കബിൾ അല്ല. അപ്പോൾ എന്തായാലും ഇത് പഠിച്ചിരിക്കുക. 2017 നടന്ന പരീക്ഷയാണ്. ഉത്തരം ജമ്മു കാശ്മീർ. ആറാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? ഓപ്ഷൻ എ കുഞ്ഞപ്പി, ഓപ്ഷൻ ബി ബാഹുലേൻ, ഓപ്ഷൻ സി ഗോവിന്ദ പണിക്കർ, ഓപ്ഷൻ ഡി KP കേശവമേനോൻ. നോക്കുക, വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത്. ഓപ്ഷൻ ബി ഉത്തരം ബാഹുലേൻ. അല്ല, ഓപ്ഷൻ എ കുഞ്ഞപ്പി ഉൾപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ബാഹുലേനും ആ സത്യാഗ്രഹത്തിൽ ആദ്യത്തെ ദിവസത്തിൽ ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി ഗോവിന്ദ പണിക്കർ ആദ്യത്തെ ദിവസം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, KP കേശവമേനോൻ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി KP കേശവമേനോൻ. ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഖേത്രി ചെമ്പ് ഖനി. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഓപ്ഷൻ ഡി ഉത്തരം രാജസ്ഥാൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം? 2017 ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം ഗുജറാത്ത്, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഉത്തരം, അതായത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഗുജറാത്താണ്. 2017 നടന്ന ഈ പരീക്ഷയിൽ 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം എന്ന ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്താണ് ഉത്തരം. ഓക്കെ. 2015 അടുത്ത ക്വസ്റ്റ്യനാണ്. 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ? ഓപ്ഷൻ എ ആരാച്ചാർ, ഓപ്ഷൻ ബി മനുഷ്യരാമുഖം, ഓപ്ഷൻ സി തലമുറകൾ, ഓപ്ഷൻ ഡി ഒറോദ. ഓപ്ഷൻ എ ഉത്തരം ആരാച്ചാർ എന്ന കൃതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ പേഷ, ഓപ്ഷൻ ബി സുമന്ത്, ഓപ്ഷൻ സി അമാത്യൻ, ഓപ്ഷൻ ഡി സജീവൻ. ഉത്തരം ഓപ്ഷൻ എ പേഷ്വ.
11-ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഓപ്ഷൻ എ അമൃത ഷെർഗിൽ, ഓപ്ഷൻ ബി അഭിനേന്ദ്ര ടാഗോർ, ഓപ്ഷൻ സി നന്ദലാൽ ബോസ്, ഓപ്ഷൻ ഡി രാജാ രവിവർമ്മ. ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിതകാരിണി സമാജം സ്ഥാപിച്ചതായത്? ഓപ്ഷൻ എ ആനി ബസന്റ്, ഓപ്ഷൻ ബി വീരേശലിംഗം, ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ, ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. ഉത്തരം ഓപ്ഷൻ ബി വീരേശലിംഗമാണ് ഉത്തരം. 13-ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ സി വില്യം ബെന്നി പ്രഭു, ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മെക്കാളെ പ്രഭു ആണ് ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 14-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം? ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1948, ഓപ്ഷൻ സി 1969, ഓപ്ഷൻ ഡി 1966. ഇന്ത്യയും പാകിസ്ഥാൻ താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1966 ഒപ്പിട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി? ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഓപ്ഷൻ സി റിപ്പബ്ലിക് ഓഫ് മ്യാൻമാർ, ഓപ്ഷൻ ഡി നാഷണൽ ലീഗ്. ഓപ്ഷൻ എ ഉത്തരം, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി ഇസ്രായേൽ, ഓപ്ഷൻ ഡി ജപ്പാൻ. 2017 ക്വസ്റ്റ്യനാണ്. അവിടെ ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ എ കക്കാട്, ഓപ്ഷൻ ബി മണിയാർ, ഓപ്ഷൻ സി കൂറ്റിയാടി, ഓപ്ഷൻ ഡി ഇടുക്കി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മണിയാർ. 18-ാമത്തെ ക്വസ്റ്റ്യൻ, വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം? ഓപ്ഷൻ എ ഹിതപരിശോധന, ഓപ്ഷൻ ബി ജനഹിത പരിശോധന, ഓപ്ഷൻ സി അഭിക്രമം, ഓപ്ഷൻ ഡി തിരിച്ചു വിളിക്കൽ. ഓപ്ഷൻ ബി ഉത്തരം, ജനഹിത പരിശോധന. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്? ഓപ്ഷൻ എ പാർലമെൻറ്റ്, ഓപ്ഷൻ ബി പ്ലാനിംഗ് കമ്മീഷൻ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC. ഉത്തരം അതുതന്നെയാണ്, ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അടുത്ത ക്വസ്റ്റ്യൻ 20-ാമത്തത്, ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി? ഓപ്ഷൻ എ ലക്കണപാല കമ്മിറ്റി, ഓപ്ഷൻ ബി കുമരപ്പ കമ്മിറ്റി, ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി, ഓപ്ഷൻ ഡി രാജ ചെല്ലയ്യ കമ്മിറ്റി. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, മൽഹോത്ര കമ്മിറ്റിയാണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി, ഓപ്ഷൻ സി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു? ഓപ്ഷൻ എ ലിഗ്നൈറ്റ്, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി ചുണ്ണാമ്പുകല്ല്, ഓപ്ഷൻ ഡി സ്ഫടിക മണൽ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഓപ്ഷൻ എ ഉത്തരം, ലിഗ്നൈറ്റ് നിക്ഷേപമാണ് കണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്? ഓപ്ഷൻ എ തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി, ഓപ്ഷൻ ബി കോസി പദ്ധതി, ഓപ്ഷൻ സി ദാമോദർ നദിയുടെ പദ്ധതി, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി പദ്ധതി. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം? ഓപ്ഷൻ ബി കോസി പദ്ധതിയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം? ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കാശ്മീർ, ഓപ്ഷൻ ഡി ജൂനാഗഡ്. ഉത്തരം മണിപ്പൂറാണ്, ഓപ്ഷൻ എ മണിപ്പൂർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ്? ഓപ്ഷൻ എ ബിർള പദ്ധതി, ഓപ്ഷൻ ബി ജനകീയ പദ്ധതി, ഓപ്ഷൻ സി ഗാന്ധിയൻ പദ്ധതി, ഓപ്ഷൻ ബി ബോംബെ പദ്ധതി. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബോംബെ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? ഓപ്ഷൻ എ 382, ഓപ്ഷൻ ബി 860, ഓപ്ഷൻ സി 819, ഓപ്ഷൻ ഡി 840. കേരളത്തിൻ്റെ ജനസാന്ദ്രത ഓപ്ഷൻ ബി ആണ് ഉത്തരം, 860. 860 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ചതുരശ്ര കിലോമീറ്റർ 860 പെർ കിലോമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 26-ാമത്തെ ക്വസ്റ്റ്യൻ, IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 9. ഇവിടെ ആക്ച്വലി
ഡിലീഷനാണ് ഈ ക്വസ്റ്റ്യൻ. 11 ഡിജിറ്റ് എന്ന് പറയാൻ പറ്റില്ല, 11 ക്യാരക്ടറാണെന്നാണ് ഉത്തരം. IFSC കോഡിന് 11 ക്യാരക്ടർ ഉണ്ടെന്നാണ്. അതായത് IFSC കോഡ് ഈസ് എ കോഡ് ഓഫ് 11 ക്യാരക്ടേഴ്സ് എന്നാണ്. 11 ക്യാരക്ടേഴ്സ്. IFSC കോഡ് കണ്ടെയ്ൻസ്, IFSC കോഡ് ഇൻക്ലൂഡ്സ് 11 ക്യാരക്ടേഴ്സ്. ക്യാരക്ടർ കോഡ് യെസ് 11 ക്യാരക്ടേഴ്സ് എന്നാണ്. ക്യാരക്ടറിനകത്ത് ആൽഫബറ്റ് വരും, ന്യൂമറിക്ക് വരും, എല്ലാം വരും. അപ്പോൾ ഇവിടെ 11 ഉത്തരം നമുക്ക് ഇവിടെ തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം 11 എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അതാണ്. ഇവിടെ ഒരു ഡിജിറ്റുകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിലീഷൻ കൊടുത്തിട്ടുണ്ട്, PSC ഡിലീഷൻ കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓർക്കുക, 11 ക്യാരക്ടേഴ്സാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ഓപ്ഷൻ എ ജോൺ ഫെർണാണ്ടസ്. ഓപ്ഷൻ എ ആണ് ജോൺ ഫെർണാണ്ടസ്. ഓപ്ഷൻ ബി സൈമൺ ബ്രിട്ടോ. ഓപ്ഷൻ സി മാത്യു ടി തോമസ്. ഓപ്ഷൻ ഡി തോമസ് ഐസക്. ഈ കേരള നിയമസഭയിൽ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ഓപ്ഷൻ എ ഉത്തരം ജോൺ ഫെർണാണ്ടസ്. അടുത്ത ക്വസ്റ്റ്യൻ, മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി പണികഴിപ്പിച്ച വർഷം. ഓപ്ഷൻ എ 1658. ഓപ്ഷൻ ബി 1745. ഓപ്ഷൻ സി 1568. ഓപ്ഷൻ ഡി 1468. ഉത്തരം ഓപ്ഷൻ സി 1568. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഓപ്ഷൻ എ 243. ഓപ്ഷൻ ബി 330. ഓപ്ഷൻ സി 332. ഓപ്ഷൻ ഡി 46. ഉത്തരം ഓപ്ഷൻ ബി 330. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആര്? ഓപ്ഷൻ എ എസ് ആനന്ദ്. ഓപ്ഷൻ ബി KG ബാലകൃഷ്ണൻ. ഓപ്ഷൻ സി രാജേന്ദ്ര ബാബു. ഓപ്ഷൻ ഡി HL ദത്ത്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ. ഓപ്ഷൻ ഡി ഉത്തരം HL ദത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാര നിരീക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ എ ആസ്ട്രോസ്റ്റാറ്റ്. ഓപ്ഷൻ ബി എജുസാറ്റ്. ഓപ്ഷൻ സി കോസ്മോസാറ്റ്. ഓപ്ഷൻ ഡി GSAT-15. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാര നിരീക്ഷണ കേന്ദ്രം. ഓപ്ഷൻ എ ഉത്തരം ആസ്ട്രോസ്റ്റാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ഓപ്ഷൻ എ ചാൾസ് നിയമം. ഓപ്ഷൻ ബി ജൂൾ നിയമം. ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം. ഓപ്ഷൻ ഡി ബോയിൽ നിയമം. ഉത്തരം ബോയിൽ നിയമമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബോയിൽ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഓപ്ഷൻ എ അപവർത്തനം. ഓപ്ഷൻ ബി പ്രതിഫലനം. ഓപ്ഷൻ സി വിസരണം. ഓപ്ഷൻ ഡി പൂർണ്ണാന്തര പ്രതിഫലനം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിസരണമാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ഓപ്ഷൻ എ ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 301 കെൽവിൻ. ഓപ്ഷൻ ബി ജലം 302 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. ഓപ്ഷൻ സി ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. ഓപ്ഷൻ ഡി ജലം 302 കെൽവിൻ, വെളിച്ചെണ്ണ 301 കെൽവിൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ വായു, ജലം, ഇരുമ്പ്. ഓപ്ഷൻ ബി വായു, ഇരുമ്പ്, ജലം. ഓപ്ഷൻ സി ജലം, വായു, ഇരുമ്പ്. ഓപ്ഷൻ ഡി ഇരുമ്പ്, വായു, ജലം. ഓപ്ഷൻ എ ആണ് ഉത്തരം, വായു, ജലം, ഇരുമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് W816, X612, Y714, Z614. അപ്പോൾ ഓർക്കുക, ഒരു വസ്തു തന്നെ പല രൂപത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ W816, X612. ഓപ്ഷൻ ബി W816, Y714. ഓപ്ഷൻ സി Y714, Z614. ഓപ്ഷൻ ഡി X612, Z614. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 6 കോമൺ, 12 ആണ് ഡിഫറെൻറ്റ്, 12 14 ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു വസ്തു തന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നു. ഇതാണ് ഏത്
ഐസോട്ടോപ്പ് അല്ലേ? ഒരു രൂപാന്തരമുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ. 3 ഗ്ലൂക്കോസ് C6H12O6 ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും നോക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യുക, ഇത് 3 കൂടെ ആഡ് ചെയ്യുക. 12 + 6 18 + 24 3 ഉണ്ട്. അപ്പോൾ 3 ടൈംസ്. ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 135, ഓപ്ഷൻ സി 27, ഓപ്ഷൻ ഡി 540. അപ്പോൾ ഇവിടെ ഉത്തരം 28ൻ്റെ 3. ഇത് 72 ആണ് ഉത്തരം. 28 3 പ്രാവശ്യം 3 ഗ്ലൂക്കോസ് തന്മാത്രമുണ്ട്. അപ്പോൾ 72 ആൻസർ. 78ആണ് ആൻസർ. ഓപ്ഷൻ എ ഉത്തരം 72. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ബയോഗ്യാസിലെ മുഖ്യ ഘടകം, ഓപ്ഷൻ ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം, ഓപ്ഷൻ സി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, ഓപ്ഷൻ ഡി പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം. പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നത് ഇവിടെ യോജിക്കുന്നില്ല. മീഥേൻ എന്ന വാതകവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ആറ്റത്തിലെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 32, ഓപ്ഷൻ ഡി 24. ഉത്തരം ഓപ്ഷൻ സി ആണ് 32. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ സമ്പർക്ക പ്രക്രിയ, ഓപ്ഷൻ ബി ഹേബർ പ്രക്രിയ, ഓപ്ഷൻ സി ഹെറോൾട്ട് പ്രക്രിയ, ഓപ്ഷൻ ഡി ബെയർ പ്രക്രിയ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹേബർ പ്രക്രിയയാണ് അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന രീതി. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 206, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 80. ഉത്തരം 80 ആണ്. ഓപ്ഷൻ ബി 80 എണ്ണം ഉണ്ട്. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി എറണാകുളം. ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ വനപ്രദേശം ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ വാതപ്പനി, ഓപ്ഷൻ ബി ആസ്മ, ഓപ്ഷൻ സി അലർജി, ഓപ്ഷൻ ഡി ടെറ്റനി. ഉത്തരം ഓപ്ഷൻ എ ആണ്. വാതപ്പനിയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി പന്നിയൂർ, ഓപ്ഷൻ സി പട്ടാമ്പി, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പട്ടാമ്പിയിലാണ് കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പിയിലാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ പീയൂഷ ഗ്രന്ഥി, ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ സി തൈമസ് ഗ്രന്ഥി, ഓപ്ഷൻ ഡി ആഗ്നേയ ഗ്രന്ഥി. ഗോയിറ്റർ എന്ന രോഗം തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഉത്തരം. ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഗവൺമെൻറ് മാരകരോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? കേരള ഗവൺമെൻറ് മാരകരോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ അക്ഷയ, ഓപ്ഷൻ ബി ആരോഗ്യകിരൺ, ഓപ്ഷൻ സി സൗഹൃദം, ഓപ്ഷൻ ഡി കാരുണ്യ. അപ്പോൾ കാരുണ്യാണ് ഉത്തരം ഇവിടെ. ഓപ്ഷൻ ഡി കാരുണ്യ. അടുത്ത ക്വസ്റ്റ്യൻ. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? ഓപ്ഷൻ എ ആഗോളതാപനം, ഓപ്ഷൻ ബി കാലാവസ്ഥ വ്യതിയാനം, ഓപ്ഷൻ സി ജലദൗർബല്യം, ഓപ്ഷൻ ഡി കൃഷിനാശം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആഗോളതാപനം. കാർബൺ ഡയോക്സൈഡിൻ്റെ വർദ്ധിച്ച അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം. അടുത്ത ക്വസ്റ്റ്യൻ. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ഓപ്ഷൻ എ പിള്ളവാതം, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി ടെറ്റനസ്. ഓങ്കോളജി ക്യാൻസർ എന്ന രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്. ഓക്കെ. ക്യാൻസർ. അപ്പോൾ ഓങ്കോളജി ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം? ഓപ്ഷൻ എ സീറോതാൽമിയ, ഓപ്ഷൻ ബി മരാസ്മസ്, ഓപ്ഷൻ ഡി കണ, ഓപ്ഷൻ സി കണ, ഓപ്ഷൻ ഡി കാഷ്യോർക്ക്. ഓക്കെ. അപ്പോൾ കണയാണ് ഉത്തരം. ഓപ്ഷൻ സി കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ഡിയുടെ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ സി ആണ് ഉത്തരം. കണ അഥവാ റിക്കറ്റ്സ് എന്നും അറിയപ്പെടും. 50ാമത്തെ ക്വസ്റ്റ്യൻ. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ പ്ലാസ്മോഡിയം, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയ. ഓപ്ഷൻ ഡി
ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി. അപ്പോൾ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ചോദ്യപേപ്പറിലെ 50 GK വിഭാഗത്തിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചോദ്യപേപ്പറുമായി എത്തും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.